2022 ജൂലൈ മാസം 3 രാത്രി അനൂപ് എന്ന പേരുള്ള ഒരാൾ തന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് പുലർച്ചെ 2 മണിയോടെ അനുജത്തിയായ കോമളിന്റെ ശബ്ദം കേട്ടു. അവളുടെ ശബ്ദം ഭയത്തോടെയായിരുന്നു. അയാൾ വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. കോമൾ തന്റെ മുറിക്ക് പുറത്തിരുന്നുകൊണ്ട് വളരെ കഠിനമായി കരയുകയായിരുന്നു. അവളുടെ കൈകൾക്ക് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. അതിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. വളരെ ഞെട്ടലോടെ അനൂപ് ചോദിച്ചു, "നിനക്ക് എന്താണ് പറ്റിയത്?" കരഞ്ഞുകൊണ്ട് കോമൾ മറുപടി പറഞ്ഞു, "ഞാൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആരോ വന്ന് എൻ്റെ വായ പൊത്തി. ഞാൻ ഭയന്ന് ഉണർന്നു. 2 പേർ നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും കഴുത്ത് മുറിക്കുന്നത് ഞാൻ കണ്ടു. അവരെ കൊന്നതിന് ശേഷം 3 പേർ വീടിനുള്ളിലുണ്ടായിരുന്ന എല്ലാ സ്വർണവും വിലയേറിയ വസ്തുക്കളും എടുത്തുകൊണ്ട് ഓടി." ഇത് കേട്ട അനൂപ് ഭയന്ന് ഞെട്ടിപ്പോയി. അയാൾ ഉടൻ തന്നെ താഴേക്ക് ഓടി മാതാപിതാക്കളുടെ മുറിയിലേക്ക് പോയി. അകത്ത് കടന്നു നോക്കിയപ്പോൾ രക്തത്തിൽ കുളിച്ച് അച്ഛനും അമ്മയും നിശ്ചലമായി കിടക്കുന്നതായിരുന്നു കണ്ടത്. അവർ അനങ്ങുന്നേ ഇല്ലായിരുന്നു. ഈ ഭയാനകമായ കാഴ്ച കണ്ട് അനൂപ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. അയാൾ തറയിൽ വീണ് കരയാൻ തുടങ്ങി. അയാളുടെ ഈ ഉച്ചത്തിലുള്ള നിലവിളി അയൽക്കാരെ ഉണർത്തി. എല്ലാവരും ആ വീട്ടിലേക്ക് ഓടി വന്നു. അയൽക്കാരിൽ ഒരാൾ പെട്ടെന്ന് ഫോൺ എടുത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. പുലർച്ചെ 3 മണിയോടുകൂടി പോലീസ് വീട്ടിലെത്തി. ആ രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഇത്ര ക്രൂരവും വേദനാജനകവുമായ രീതിയിൽ കൊല്ലപ്പെട്ടത്? അവരെ കൊന്നത് ആരാണ്? ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന നഗരത്തിൽ മുനലാൽ ഗുപ്തയും രാജ് ദേവി എന്ന വൃദ്ധദമ്പതികൾ താമസിച്ചിരുന്നു. മുനലാലിന് 62 വയസ്സ്. ഒരു ഫാക്ടറിയിൽ മാനേജറായി ജോലി ചെയ്ത ശേഷം വിരമിച്ചു. 58 വയസ്സുള്ള രാജ് ദേവി ഒരു വീട്ടമ്മയായിരുന്നു. വളരെ സ്നേഹത്തോടുകൂടി കരുതലോടുകൂടി ആ കുടുംബജീവിതം മുന്നോട്ടു പോയി. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. 30 വയസ്സുള്ള മകൻ അനൂപ്, 25 വയസ്സുള്ള മകൾ കോമൾ. ആ കുടുംബം വളരെ ശാന്തവും ലളിതവുമായ ജീവിതം നയിച്ചു. വളരെ സന്തോഷകരമായ കുടുംബം. ആരുമായും യാതൊരു പ്രശ്നവും ഇല്ല. 2022 ജൂലൈ മാസം 3 രാത്രി എല്ലാം സാധാരണഗതിയിൽ തന്നെയായിരുന്നു. ആ 4 പേരടങ്ങുന്ന കുടുംബം ഒരുമിച്ചിരുന്ന് അത്താഴം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഉറങ്ങാനായി മുറിയിലേക്ക് പോയി. മൂത്ത മകനായ അനൂപ് മുകളിലത്തെ നിലയിൽ തന്റെ മുറിയിലേക്ക് പോയി. മാതാപിതാക്കളുടെയും കോമളുടെയും മുറി ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. എന്നാൽ ആ രാത്രി പിന്നീട് സംഭവിച്ച കാര്യം ആ കുടുംബത്തെ മാത്രമല്ല, കാൺപൂർ എന്ന നഗരത്തെ മുഴുവനും ഞെട്ടിപ്പിച്ചു. ഈ വൃദ്ധദമ്പതികളുടെ കൊലപാതക അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സംഘം വീട്ടിലേക്ക് എത്തി. അവർ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം ശ്രദ്ധാപൂർവം പരിശോധിക്കാൻ തുടങ്ങി. ഈ കേസ് പരിഹരിക്കാൻ സാധിക്കുന്ന എല്ലാ സൂചനകളും വസ്തുക്കളും ശേഖരിക്കാൻ തുടങ്ങി. കുടുംബ അംഗങ്ങളോട് ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ പതിയെ ആരംഭിച്ചു. അവർ ആദ്യം സംസാരിച്ചത് മൂത്ത മകനായ അനൂപിനോടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവനോട് പറയാനായി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. അനൂപ് പറഞ്ഞത്, "ഞാൻ എൻ്റെ മുറിയിൽ മുകളിലത്തെ നിലയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എൻ്റെ അനുജത്തി എൻ്റെ മുറിക്ക് പുറത്തു വന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. എന്താണ് സംഭവിച്ചത് എന്നറിയാനായി ഞാൻ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് ഈ ഭയാനകമായ സംഭവത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത്." ഇപ്പൊ പോലീസ് അയാളോട് ചോദിച്ചു, "ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ?" ഇതിന് അനൂപ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു, "2017 ഞാൻ സോണിക എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ വിവാഹത്തിന് ശേഷം അവൾക്ക് മാനസികാരോഗ്യ പ്രശ്നമുണ്ടെന്നുള്ളത് ഞാൻ കണ്ടെത്തി. വിവാഹത്തിന് മുൻപ് അവളുടെ കുടുംബം ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അവർ സത്യം മറച്ചുവെച്ച് വിവാഹം നടത്തി. അതിനാൽ ഈ വിവാഹബന്ധത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചയച്ചു. കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷയും നൽകി." ഒരു നിമിഷത്തെ ശാന്തതയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു, "അതിനുശേഷം അവളുടെ സഹോദരൻ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഒത്തുതീർപ്പിനായി 50 ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ടു. എന്നെ സമ്മർദ്ദത്തിലാക്കി. പിന്നീട് അയാൾ എന്നെ വീണ്ടും ശല്യപ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ടൊരു പക്ഷേ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ അവരായിരിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടു. അനൂപിന്റെ കഥ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ തകർന്ന ഒരു വിവാഹ ബന്ധത്തെക്കുറിച്ച്, അതിനിടയിലുണ്ടായ പ്രതികാരത്തെക്കുറിച്ച്, ഇതൊക്കെ ആയിരിക്കുമോ ഇതിന് കാരണം?
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിന് പുറകിലുണ്ടോ? അതിനാൽ അനൂപിന്റെ മുറി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. പരിശോധിക്കാനായി അവർ മുകളിലുള്ള മുറിയിലേക്ക് പോയപ്പോൾ വിചിത്രമായ എന്തോ ഒന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവന്റെ മുറിക്ക് തൊട്ടു പുറത്ത് വാതിലിനടുത്ത് ഛർദി കിടക്കുന്നുണ്ടായിരുന്നു. ആരോ ഛർദിച്ചിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ അവനോട് ചോദിച്ചു, ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇത് വൃത്തിയാക്കാത്തത്? അനൂപ് ഇതിന് മറുപടി പറഞ്ഞത്, ഇന്നലെ രാത്രി എനിക്ക് സുഖമില്ലായിരുന്നു. ഞാൻ കഴിച്ച ഭക്ഷണം എനിക്ക് ശരിയായി തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് വോമിറ്റ് ചെയ്തു. രാവിലെ അത് വൃത്തിയാക്കാമെന്നാണ് കരുതിയത്, പക്ഷേ പ്രശ്നങ്ങൾക്കിടയിൽ എനിക്കത് പറ്റിയില്ല എന്നും അവൻ പറഞ്ഞു. അവന്റെ ഉത്തരം വളരെ നിസ്സാരമായി തോന്നി. പോലീസ് അവിടെ ഒരു അവസരം പോലും പാഴാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ ഉടൻ തന്നെ ഒരു ഫോറൻസിക് വിദഗ്ധനെ വിളിച്ച് ഛർദിയുടെ സാമ്പിൾ ശേഖരിച്ചു. പിന്നീട് പോലീസ് വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ തുടർന്നു. ഏതെങ്കിലും സൂചന ലഭിക്കുമോ എന്ന് ശ്രദ്ധാപൂർവ്വം നോക്കി. അവർ ഡ്രോയറുകളെല്ലാം തുറന്നു നോക്കി, ഫർണിച്ചറുകൾക്കിടയിൽ പരിശോധിച്ചു, എല്ലാ മുക്കും മൂലയും നോക്കി. തിരച്ചിൽ പൂർത്തിയാക്കിയ ശേഷം അടുത്ത ആളോട് സംസാരിക്കേണ്ട സമയമായി. അനൂപിന്റെ ഇളയ സഹോദരി കോമൾ. ഉദ്യോഗസ്ഥർ കോമളിനോട് ഇരുന്ന് എന്താണ് സംഭവിച്ചതെന്ന് അവളോട് ചോദിച്ചു. കോമൾ ശാന്തമായി തലേ ദിവസം അവൾ തന്റെ സഹോദരനോട് എന്താണോ പറഞ്ഞത് അത് തന്നെ പോലീസിനോടും പറഞ്ഞു. അവളുടെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതേയില്ല. താൻ എന്താണ് പറയുന്നത് എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അടുത്ത വീടിന് ചുറ്റും ഏതെങ്കിലും CCTV ക്യാമറകൾ ഉണ്ടോ എന്ന് നോക്കാൻ അവർ ആഗ്രഹിച്ചു. ഒരുപക്ഷെ CCTV ക്യാമറകളിലൂടെ അവർക്ക് കേസിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ലീഡ് കിട്ടുമെന്ന് ചിന്തിച്ചിരുന്നു. അങ്ങനെ അയൽപ്പക്കത്തെ പരിശോധനകൾ നടത്തി. കെട്ടിടങ്ങൾ എല്ലായിടങ്ങളിലും ചുറ്റി നടന്നു. ആളുകളോട് ചോദിക്കുകയും ചെയ്തു. ആ സമയത്താണ് അടുത്തുള്ള ഒരു വീട്ടിൽ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു. കൊലപാതകം നടന്ന വീട്ടിലേക്ക് ക്യാമറ നേരെ തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് പെട്ടെന്ന് ആ വീടിനുള്ളിലേക്ക് പോയി അവിടെ താമസിക്കുന്നവരോട് സംസാരിച്ചു. ഈ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം പോലീസ് ആവശ്യപ്പെട്ടു. യാതൊരു പ്രശ്നമോ മടിയോ ഇല്ലാതെ ആ റെക്കോർഡിംഗ്സ് എല്ലാം തന്നെ വീട്ടുകാർ നൽകുകയും ചെയ്തു. പോലീസുകാർ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തി ആ വീഡിയോ ഓരോ മിനിറ്റും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചു. മുഖംമൂടി ധരിച്ച ഒരാൾ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് നടന്നു പോകുന്നുണ്ട്. ആ രൂപം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിരുന്നു. കൃത്യം പുലർച്ചെ 12:17 ഈ മുഖംമൂടി ധരിച്ച അതേ വ്യക്തി വീട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു വരുന്നതും കണ്ടു. ഇത്തവണ ആ വ്യക്തി ഒരു ബാഗ് ചുമന്നുകൊണ്ടുവന്നിരുന്നു. വീഡിയോയുടെ ഈ ഭാഗം കണ്ടതിന് ശേഷം കൊലപാതകം നടത്തിയത് ഇയാളാണെന്ന് പോലീസിന് ഉറപ്പായി. എന്നാൽ ആ വീഡിയോ വീണ്ടും വലിയൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. മുഖംമൂടി ധരിച്ച 3 പേർ അന്ന് ആ വീട്ടിൽ കയറിയതായി കോമൾ പോലീസിനോട് പറഞ്ഞിരുന്നു. അത് ശരിയാണെങ്കിൽ അവരെല്ലാം എങ്ങനെയാണ് അകത്തേക്ക് കടന്നത്? വാതിലുകളും ജനാലകളും പോലീസ് വളരെ ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചു. ഒന്നും പൊട്ടിയതിന്റെ ലക്ഷണമേ ഇല്ലായിരുന്നു. പൂട്ട് ബലമായി തന്നെ അടച്ചിരുന്നു. ഗ്ലാസ് ഒന്നും തകർന്നിട്ടില്ല. എല്ലാം അതാത് സ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു. അപ്പോ ഈ 3 പേർ അകത്തേക്ക് കടന്നാൽ എന്തുകൊണ്ട് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല? ഒന്നും പൊട്ടിക്കാതെ എങ്ങനെ അവർ അകത്തേക്ക് കടന്നു? മറ്റൊരു വിചിത്രമായ കാര്യം ഉണ്ടായിരുന്നു. കോമൾ 3 പേർ വീട്ടിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ CCTV ക്യാമറയിൽ ഒരാൾ മാത്രമേ അകത്തേക്ക് പോയുള്ളൂ. അതേ വ്യക്തി തന്നെ വീണ്ടും പുറത്തേക്ക് വരുന്നുമുണ്ട്. വീഡിയോയിൽ മറ്റാരെയും കണ്ടതുമില്ല. ഈ സംഭവങ്ങളുടെ എല്ലാം സമയക്രമത്തെക്കുറിച്ചും പോലീസിന് വലിയൊരു സംശയം ഉണ്ടായിരുന്നു. പുലർച്ചെ 2 മണിക്ക് സഹോദരി കരയുന്ന ശബ്ദം കേട്ടു താൻ പുറത്തേക്ക് ഇറങ്ങി നോക്കി എന്നാണ് സഹോദരനായ അനൂപ് പറഞ്ഞത്. എന്നാൽ CCTV ദൃശ്യങ്ങളിൽ വീട്ടിൽ പ്രവേശിച്ച ഈ മുഖംമൂടി ധരിച്ചയാൾ പുലർച്ചെ 12:17 ആ സ്ഥലം വിട്ടതായും കാണിച്ചു. അപ്പോ പോലീസ് ഈ ഡോട്ട്സ് എല്ലാം ഒരുമിച്ച് ചേർക്കാൻ തുടങ്ങി. ഇതിലൂടെ കോമൾ എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് പോലീസുകാർക്ക് ഉറപ്പായി. എന്നാൽ അവരുടെ ഈ ആശങ്കകൾ ഉടനടി അവളുമായി പങ്കുവെക്കേണ്ടതില്ല എന്നും അവർ തീരുമാനിച്ചു. വളരെ നിശബ്ദമായി അവളുടെ പശ്ചാത്തലമെല്ലാം കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. അതിലൂടെ അവർ അറിഞ്ഞത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമായിരുന്നു. കോമൾ ഈ വൃദ്ധ ദമ്പതികളുടെ മകൾ അല്ല എന്നുള്ളതായിരുന്നു ആദ്യം കണ്ടെത്തിയൊരു കാര്യം. ആ ദമ്പതികൾക്ക് അനൂപ് എന്ന ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനൂപ് ജനിച്ചതിന് ശേഷം അവർക്കിനി കുട്ടികളെ ഉണ്ടായില്ല. അതിനാൽ അവർ കോമളിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. പോലീസ് ഇങ്ങനെ കോമളുടെ ഭൂതകാലം പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാനമായി അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിച്ചു. വൃദ്ധ ദമ്പതികൾക്ക് ഉറക്ക ഗുളിക നൽകിയതായി അതിൽ പറഞ്ഞിരുന്നു. അതേസമയം ഫോറൻസിക് സംഘവും അനൂപിന്റെ ഛർദിയിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ചു. അതിലും ഉറക്ക ഗുളികകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഫലം കാണിച്ചത്. അമ്മ, അച്ഛൻ, അനൂപ് എന്നിവരുടെ ശരീരത്തിൽ ഉറക്ക ഗുളിക ഉണ്ടായിരുന്നതിനാൽ പോലീസ് വേഗത്തിൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ കോമളിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോയി. പോലീസിന്റെ വളരെ ദീർഘമായ ചോദ്യം ചെയ്യലിൽ
കോമൾ ഒടുവിൽ സത്യമെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യം കേട്ട മുറിക്കുള്ളിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഞെട്ടിപ്പോയി. വീഡിയോയുടെ ഈ ഒരു ഭാഗം വരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. അടുത്തെന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. കോമൾ വളരെ ചെറിയ പ്രായമായിരുന്നപ്പോൾ തന്നെ ഈ കുടുംബം അവളെ ദത്തെടുത്തിരുന്നു. മറ്റ് ബന്ധുക്കളിൽ നിന്നും അവൾ പല തവണ ഇതൊക്കെ കേട്ടിരുന്നു. ദത്തെടുക്കപ്പെട്ടതിനാൽ സ്വത്തിൽ നിനക്ക് യാതൊരു പങ്കും ലഭിക്കില്ല, എല്ലാം അനൂപിൻ്റെതായിരിക്കും, അതുകൊണ്ട് അധികം പ്രതീക്ഷയൊന്നും നിനക്ക് വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ പറയുന്നത് കോമൾ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ വാക്കുകൾ അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾക്ക് വല്ലാത്തൊരു സങ്കടവും വ്യത്യസ്തതയും അനുഭവപ്പെട്ടു. ചില ബന്ധുക്കൾ അവളെ കളിയാക്കുകയും ആ കുടുംബത്തിലെ അന്യയെ പോലെ കണക്കാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവളുടെ ദത്ത് മാതാപിതാക്കൾ, ആ വൃദ്ധ ദമ്പതികൾ അവളുടെ സ്നേഹത്തോടുകൂടി മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. അവർ അവൾക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും ആവശ്യമായതെല്ലാം നൽകി. അവൾക്ക് ഒരിക്കലും ഒന്നും നഷ്ടപ്പെട്ടതായി തോന്നിയിട്ടേയില്ല. അവർക്ക് അവൾ അവരുടെ യഥാർത്ഥ മകൾ തന്നെയായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവളുടെ ജീവിതം അങ്ങനെ ശാന്തമായി മുന്നോട്ടു പോയി. എന്നാൽ ഒരു ദിവസം കോമൾ ഷാജഹാൻപൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ബന്ധുവിനെ കാണാൻ പോയി. അവൾ ഇടയ്ക്കിടെ ആ ഒരു ബന്ധുവിനെ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഈ സന്ദർശനത്തിൽ അതിന് സമീപം താമസിച്ചിരുന്ന രാഹുൽ എന്ന ചെറുപ്പക്കാരനുമായി സൗഹൃദത്തിലായി. യഥാർത്ഥത്തിൽ രാഹുൽ കോമളിന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു. വാസ്തവത്തിൽ ഈ കുടുംബ ബന്ധം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ഒരു കസിൻസ് അല്ലെങ്കിൽ ഒരു സഹോദരൻ സഹോദരി ആ ഒരു ബന്ധത്തിലായിരിക്കും വരിക. ആദ്യം രാഹുലും കോമളും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ കാലക്രമേണ അവരുടെ സൗഹൃദം പ്രണയമായി വളർന്നു. ഗോവയിലെ ഒരു സൈനിക ആശുപത്രിയിൽ ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു രാഹുൽ. അദ്ദേഹം ദൂരെയാണെങ്കിലും ഫോൺ കോളുകളിലൂടെ അവരുടെ ബന്ധം ഇങ്ങനെ ശക്തമായി തുടർന്നു. രാഹുലിന് രോഹിത് എന്നൊരു ഇളയ സഹോദരനുണ്ടായിരുന്നു. രാഹുൽ അയച്ച സമ്മാനങ്ങൾ എത്തിക്കാൻ രോഹിത് പലപ്പോഴും കോമളിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. ഈ സന്ദർശനങ്ങൾ കാരണം കോമളും രോഹിത്തും ഇടയ്ക്കിടെ കണ്ടുമുട്ടി. സമ്മാനങ്ങൾ കൈമാറുക എന്ന വ്യാജേന അവർ പരസ്പരം സംസാരിക്കുകയും കാണുകയും ചെയ്യുമായിരുന്നു. പതുക്കെ പതുക്കെ കോമളിന്റെയും രാഹുലിന്റെയും ഈ ഒരു ബന്ധം വെറും സുഹൃത്തുക്കളെക്കാൾ കൂടുതലായി മാറി. വാസ്തവത്തിൽ അവരുടെ ഈ ഒരു ബന്ധം ഒരു രഹസ്യ ശാരീരിക ബന്ധമായി മാറി. അവർ ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം മറച്ചുവെച്ചു. രാഹുലിന് ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല. ഒന്നും തെറ്റാണെന്ന് അയാൾക്ക് ഒരിക്കൽ പോലും മനസ്സിലായതേയില്ല. കോമൾ രാഹുലിനെ പതിവായി വിളിച്ചുകൊണ്ടേയിരുന്നു. മൃദുവായി സ്നേഹത്തോടു കൂടി സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ബന്ധം ശക്തവും പൂർണ്ണവുമാണെന്ന് അവനെ വിശ്വസിപ്പിച്ചു. സത്യത്തിൽ കോമൾ സഹോദരങ്ങൾ രണ്ടുപേരെയും ഒരേ സമയം ഇഷ്ടപ്പെടുകയായിരുന്നു. രണ്ട് സഹോദരന്മാരുമായും വ്യത്യസ്ത രീതിയിൽ അവൾ ബന്ധപ്പെട്ടിരുന്നു. ഫോണിലൂടെ അവൾ രാഹുലുമായി പ്രണയത്തിലായിരുന്നു. അതേസമയം രോഹിത്തുമായി നേരിട്ട് ഒരു രഹസ്യ ശാരീരിക ബന്ധമുണ്ടായിരുന്നു. ഒരു ദിവസം രാഹുൽ കോമളിനെ വിളിച്ച്, എൻ്റെ വീട്ടിൽ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തോട് നമ്മളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവർക്കിതിൽ താല്പര്യം ഒട്ടും തന്നെ ഇല്ല. കാരണം നമ്മൾ ബന്ധുക്കളാണ്. അതുകൊണ്ട് നമുക്കെവിടെയെങ്കിലും ഒളിച്ചോടി വിവാഹം കഴിക്കാം എന്ന് രാഹുൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കോമൾ വളരെ ശ്രദ്ധാപൂർവ്വം ഉത്തരം നൽകി. എനിക്കങ്ങനെ ഓടിപ്പോകാൻ കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ധാരാളം സ്വത്തും പണവുമുണ്ട്. എൻ്റെ വിവാഹം അദ്ദേഹം നടത്തി തന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പകുതിയെങ്കിലും എനിക്ക് ലഭിക്കും. പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോയാൽ എനിക്കൊന്നും കിട്ടില്ല. എല്ലാ സമ്പത്തും എൻ്റെ ചേട്ടനായ അനൂപിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മളെ എന്ത് ചെയ്യുമെന്ന് രാഹുൽ ചോദിച്ചപ്പോൾ കോമൾ മറുപടി പറഞ്ഞു, നമുക്ക് 3 പേരെയും കൊല്ലാം. അവരെല്ലാം പോയി കഴിഞ്ഞാൽ ഈ മുഴുവൻ സ്വത്തും എൻ്റേതായിരിക്കും. എല്ലാ പണവും ഉപയോഗിച്ച് നമുക്ക് വളരെ സന്തോഷകരമായി ജീവിക്കാം എന്ന്. ഇത് കേട്ടപ്പോൾ രാഹുൽ വളരെ ഭയപ്പെട്ടു. ഈ ഭയം കാരണം അദ്ദേഹം കോമളിനോട് പറഞ്ഞു, നമ്മൾ പദ്ധതിയൊക്കെ ഇട്ട് ഈ 3 പേരെയും കൊന്നാൽ പോലും തീർച്ചയായും പോലീസ് നമ്മെ പിടികൂടും. നമുക്ക് എവിടെയും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനും സാധിക്കില്ല. എന്നാൽ കോമൾ രാഹുലിനെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ 3 പേർ മരിച്ചാൽ മാത്രമേ എനിക്ക് എല്ലാ സ്വത്തും ലഭിക്കൂ. പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നിറഞ്ഞ ഇങ്ങനൊരു ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്തു തന്നെ ആയാലും ഈ 3 പേരെയും ഒഴിവാക്കേണ്ടതുണ്ട്. ഇത് കോമൾ രാഹുലിനോട് തറപ്പിച്ചു തന്നെ പറഞ്ഞു. ഒടുവിൽ അവളുടെ ഈ നിരന്തരമായ സമ്മർദ്ദത്തിൽ മടുത്ത രാഹുൽ എല്ലാത്തിനും വഴങ്ങി സമ്മതിച്ചു. രാഹുൽ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ വീട്ടിൽ ആരെല്ലാമാണ് താമസിക്കുന്നത്, ഓരോരുത്തരും ഏതൊക്കെ മുറിയിലാണ് ഉറങ്ങുന്നതെന്നും അവർ സാധാരണ ഏത് സമയത്താണ് ഉറങ്ങാൻ പോകുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എല്ലാ വിശദാംശങ്ങളും അവനുമായി പങ്കുവച്ചു. പദ്ധതികൾ എങ്ങനെയെല്ലാം നടപ്പിലാക്കാമെന്ന് ഇരുവരും സംസാരിച്ചു. അതിനുശേഷം രാഹുൽ കോമളിനോട് സ്വന്തം ആശയം പറഞ്ഞു. രാഹുൽ ഒരു സൈനിക ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്, ആംബുലൻസ് ഡ്രൈവറായി. അതുകൊണ്ട് ഞാൻ ആശുപത്രിയിൽ നിന്നും കുറച്ച് ഉറക്ക ഗുളികകൾ എൻ്റെ സഹോദരനായ രോഹിത്തിന്റെ കയ്യിൽ കൊടുത്തയക്കാം.
നീ അത് വാങ്ങി ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ചു വെക്കണം. സമയമാകുമ്പോൾ ഈ ഗുളികകൾ 3 പേർക്കും, അച്ഛൻ, അമ്മ, മൂത്ത സഹോദരൻ, ഇവരുടെ ഭക്ഷണത്തിൽ കലർത്തുക. അങ്ങനെ അവരുടെ പദ്ധതി പ്രകാരം 2022 ജൂലൈ മാസം 3 കോമൾ ഈ ഉറക്കമരുന്ന് ഫ്രൂട്ട് ജ്യൂസിൽ ചേർത്ത് 3 പേർക്കും നൽകി. 3 പേരും അതിലെന്താണുള്ളതെന്ന് പോലും അറിയാതെ ആ ജ്യൂസ് കുടിച്ചു. എന്നിട്ട് ഉറങ്ങാൻ സ്വന്തം മുറികളിലേക്ക് പോയി. ആ സമയത്ത് കോമളുടെ ചേട്ടനായ അനൂപിന് ഈ ഫ്രൂട്ട് ജ്യൂസിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി. അയാളത് വലിച്ചെറിഞ്ഞു. രാവിലെ വൃത്തിയാക്കാം എന്നാണ് കരുതിയത്. തുടർന്ന് അനൂപ് തന്റെ മുറിയിലേക്കും പോയി. രാത്രി 11 മണിയോടുകൂടി അവൻ ഉറങ്ങിയിട്ടുണ്ടാകും. ഈ സമയം വീടിന് പുറത്ത് കാത്തിരുന്ന കോമളുടെ രണ്ടാമത്തെ കാമുകനായ രോഹിത്തിന് കോമൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചു അകത്തേക്ക് വരാൻ. രോഹിത് അകത്തേക്ക് വന്നപ്പോൾ ഇരുവരും ഒരുമിച്ച് ഒരു മുറിയിലിരുന്ന് കുറച്ച് സമയം ചിലവഴിച്ചു. ആ നിമിഷങ്ങൾ ആസ്വദിച്ച ശേഷം കൊല്ലാനുള്ള പദ്ധതിയുമായി അവർ മുന്നോട്ട് വന്നു. അവർ ഒരുമിച്ച് തന്നെ അച്ഛനും അമ്മയും ഉറങ്ങിക്കിടന്ന മുറിയിലേക്ക് പോയി കൈകാലുകൾ കെട്ടി. തുടർന്ന് രോഹിത് കത്തി ഉപയോഗിച്ച് ഇരുവരുടെയും കഴുത്ത് മുറിച്ചു. കനത്ത രക്തസ്രാവം കാരണം ദമ്പതികൾ വളരെ വേഗം തന്നെ മരിച്ചു. അച്ഛനും അമ്മയും മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം കോമളും രോഹിത്തും അനൂപിന്റെ മുറിയിലേക്ക് പതിയെ നടന്നു. ആ മുറിക്ക് പുറത്തു നിന്നപ്പോൾ അകത്തു നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഉറക്കമരുന്ന് അനൂപിനെ ബാധിച്ചിട്ടില്ല എന്നവർക്ക് മനസ്സിലായി. ഈ ഒരു സാഹചര്യത്തിൽ അകത്തേക്ക് കടന്ന അയാളെ കൊല്ലുക അസാധ്യമാണ്. അത് വീണ്ടും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതിനാൽ അതിന് ശ്രമിക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അടുത്ത് എന്ത് ചെയ്യണമെന്ന് ഉറപ്പില്ലാത്തതിനാൽ കോമൾ പെട്ടെന്നൊരു പദ്ധതി ആലോചിച്ചു. രോഹിത്തിന്റെ കയ്യിൽ നിന്നും കത്തി വാങ്ങി സ്വന്തം കൈ മുറിച്ചു. പിന്നെ അവൾ വീട്ടിലുള്ള എല്ലാ ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം എടുത്ത് ഒരു ബാഗിലിട്ട് രോഹിത്തിന് കൊടുത്തു. അവനും അവിടെ നിന്നും പോയി. പിന്നീട് കോമൾ ഒരു കഥ മെനഞ്ഞു. ചില ആക്രമികൾ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി തന്റെ മാതാപിതാക്കളെ കൊന്നിട്ട് ഓടി രക്ഷപ്പെട്ടു എന്ന്. ഏകദേശം 2 മണിയോടുകൂടി അവൾ ഉറക്കെ കരയുകയും നിലവിളിക്കുകയും ചെയ്തു. അനൂപ് പുറത്തേക്ക് വന്നപ്പോൾ 3 പേർ തന്നെ ആക്രമിച്ചിട്ട് ആഭരണങ്ങളും വസ്തുക്കളും എല്ലാം എടുത്ത് ഓടിക്കളഞ്ഞതായി അവൾ അനൂപിനോട് പറഞ്ഞു. അവരങ്ങനെ ഓടുമ്പോൾ അതിൽ 2 പേരെ താൻ കണ്ടതായും ആ 2 പേർ അനൂപിന്റെ ഭാര്യയുടെ ബന്ധുക്കളാണെന്ന് തനിക്ക് തോന്നിയതായും അവൾ പറഞ്ഞു. കോമൾ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം പോലീസ് ബാക്കിയുള്ള 2 പേരെ, ഈ രോഹിത്തിനെയും രാഹുലിനെയും അറസ്റ്റ് ചെയ്തു. ഇവർ 2 പേരോടും കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ കോമൾ പറഞ്ഞതെല്ലാം സത്യമാണെന്നും മനസ്സിലായി. സത്യത്തിൽ ഇതെല്ലാം കേട്ടപ്പോൾ വല്ലാത്ത ഞെട്ടലായത് അനൂപായിരുന്നു. സ്വന്തം സഹോദരിയെ പോലെ കരുതിയവൾ ഒരു അന്യയെ പോലെ പെരുമാറുമെന്ന് ഒരിക്കലും അനൂപ് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ആ കുടുംബത്തിൽ ആരും തന്നെ അവളെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും അവൾ സ്വന്തം മകളായിരുന്നു. ആ ചേട്ടന് അവൾ സ്വന്തം അനുജത്തി തന്നെയായിരുന്നു. ഈ കേസിലൂടെ എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ സാധിക്കില്ല. സ്വത്ത് ലഭിക്കാൻ സ്നേഹബന്ധങ്ങൾ തല്ലിക്കെടുത്തുന്ന ആളുകൾ ഒരുപാട് തന്നെയുണ്ട്. അതുകൊണ്ട് ആരെയും നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാൻ സാധിക്കില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ തത്വബുദ്ധിയോടുകൂടിയും അവബോധത്തോടെയും സമീപിക്കുക എന്നതും അത്യാവശ്യമാണ്. അടുത്തത്, ഒരു കുട്ടിയെ ദത്തെടുക്കുമ്പോൾ അവരുടെ മുൻകാലം, മാനസികാവസ്ഥ, മൂല്യങ്ങൾ, അവരുടെ മുൻ മാതാപിതാക്കൾ ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവരെ ദത്തെടുക്കുക. കാരണം ഒരു നല്ല കുടുംബമാണ് ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നത് എങ്കിൽ കൂടിയും ഈ യഥാർത്ഥ മാതാപിതാക്കളിൽ നിന്നുള്ള ജീനുകൾ ദൗർഭാഗ്യകരമായ ഒരു ഫലം അവിടെ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. ഇടയ്ക്കെങ്കിലും ചില സംഭവങ്ങൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. ഈ ദത്തെടുത്ത കുട്ടികൾക്ക് എത്ര തന്നെ സ്നേഹവും വാത്സല്യവും നൽകിയാൽ പോലും അവരുടെ ഹൃദയങ്ങളിൽ ഈ സ്നേഹമൊന്നും നിലനിൽക്കുകയില്ല. ചില സന്ദർഭങ്ങളിലെങ്കിലും അവർ കാരണം ഈ മാതാപിതാക്കൾ മരിക്കാനുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ദത്തെടുക്കുന്ന ചില നല്ല കുട്ടികളുമുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിന് മുൻപ് അവരുടെ മാതാപിതാക്കളുടെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾ എങ്ങനെയൊക്കെ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നാലും ആ കുഞ്ഞിൻ്റെ ഒരു ജനിതകശാസ്ത്രം വളരെയധികം സ്വാധീനിക്കും. അപ്പോൾ സമാധാനപരമായ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചില ജനിതകശാസ്ത്രം ഒഴിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ദത്തെടുത്ത കുട്ടിയുടെ മുൻകാലവും മാനസികാവസ്ഥയും മൂല്യങ്ങൾ ഇവയെല്ലാം പരിഗണിച്ച് വളർത്തേണ്ടതും നിർബന്ധമാണ്. അത് വെറും ഒരു കരുണയല്ല, വലിയൊരു ഉത്തരവാദിത്വമായിരിക്കും. പോരാത്തതിന് നല്ല മനസ്സുള്ളവർക്ക് ചതിയിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരെയും സംശയിക്കണമെന്ന് പറയുന്നില്ല. ഈ മനുഷ്യത്വത്തിനൊപ്പം സൂക്ഷ്മതയും വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ കഥയിലെ പെൺകുട്ടിയും മാതാപിതാക്കളുടെ സ്നേഹം മറന്ന് സ്വത്തിനായി കൊലപാതകത്തിലെത്തിയതുപോലെ പണമെന്ന ആഗ്രഹം ഒരാളെ മനുഷ്യത്വരഹിതനാക്കാൻ പോലും കഴിയും. അതിനാൽ തന്നെ ഈ സ്വത്തിനേക്കാൾ വലിയ പാഠങ്ങൾ, മൂല്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഒരു കുടുംബം പൂർണ്ണമാവുക അവിടെയുള്ള അനുഭവങ്ങൾ, വിശ്വാസം, ധൈര്യം, സ്നേഹം എന്നിവയൊക്കെ കൊണ്ടാണ്. ജീനുകളോ വെറും നിയമരേഖകളോ കൊണ്ടൊന്നുമല്ല.
അതുകൊണ്ട് മാനസികമായി ഒരു ബന്ധം ഉറപ്പിക്കാൻ ശ്രമിക്കേണ്ടതും ഇരുപുറത്തിൻ്റെയും ഒരു ബാധ്യത തന്നെയാണ്. ഈ ഒരു കഥയിലൂടെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോമൾ ചെറിയ പ്രായം മുതലേ ബന്ധുക്കളുടെ പക്കൽ നിന്നും പല അവഗണനകൾക്ക് ഇരയായിട്ടുണ്ട്. സ്വത്തുക്കൾ നിനക്ക് ലഭിക്കില്ല, നീ ദത്തെടുത്തവളാണ്, നിനക്കിവിടെ യാതൊരു അവകാശവുമില്ല, പല അവഗണനയായിരുന്നു ഈ ബന്ധുക്കളിൽ നിന്നും അവൾ നേരിട്ട് കൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ഇവളുടെ ഈ ദത്ത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെങ്കിൽ അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയിരുന്നു. ഇങ്ങനെയല്ല, നീ ഞങ്ങളുടെ സ്വന്തം മകളാണ്, ഞങ്ങളുടെ സ്വത്തിന്റെ അവകാശി നീയുമാണ്, ഒരിക്കലും നിന്നെ അന്യായി കണ്ടിട്ടില്ല, ഞങ്ങളുടെ സ്വന്തം മകളാണ്, ഇങ്ങനെ അവൾക്കുള്ളിൽ ഒരു വിശ്വാസം നൽകേണ്ടത് അവിടെ വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷെ ആ മാതാപിതാക്കൾക്ക് അത് കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു വിപരീതമായ തീരുമാനമെടുക്കാൻ കാരണം. അവസാനം പറഞ്ഞു വരുന്നത് ഒരു ചെറിയ ഗുണപാഠം. ഒരു ബന്ധം കെട്ടിപ്പടുക്കുമ്പോൾ സ്നേഹത്തിന് പുറമെ ബുദ്ധിയും ജാഗ്രതയും വേണം. സ്വത്ത് ഒരു മനുഷ്യന്റെ മൂല്യം നിർണ്ണയിക്കുന്നില്ല. ഉചിതമായ മൂല്യബോധമില്ലാത്ത സ്നേഹവും ദയയും തന്നെ ഒരുപക്ഷെ നമുക്ക് അപകടകരമായി തീരും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ്, ഹൊറർ കേസസിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.